ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അസർബൈജാനെക്കുറിച്ചാണ്. അസർബൈജാൻ യൂറോപ്പിനും ഏഷ്യയിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കോക്കസ് മേഖലയിലുള്ള ഒരു മനോഹര രാജ്യമാണ്. ക്യാപിറ്റൽ സിറ്റി ബാക്കു നഗരമാണ്. ഭൂമിയിൽ നിന്നും സ്വാഭാവികമായി പുറത്തുവരുന്ന ഗ്യാസ് തീപ്പൊരി കാരണം ഈ രാജ്യം തീയുടെ നാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രാചീന ചരിത്രവും ആധുനിക നഗര വികസനവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് അസർബൈജാനിൽ കാണുന്നത്. പഴയ കാലത്ത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരം നടത്തിയിരുന്ന സിൽക്ക് റോഡ് വ്യാപാര പാതയിലൂടെ പ്രധാന ഭാഗമായിരുന്നു ഈ രാജ്യം. അസർബൈജാൻ സന്ദർശിക്കേണ്ടത് എന്തുകൊണ്ട്? അസർബൈജാൻ യൂറോപ്പിന് സംസ്കാരവും ഏഷ്യൻ സംസ്കാരവും ചേർന്നൊരു വ്യത്യാസമായ അനുഭവം നൽകുന്നു. മലനിരകൾ, മരുഭൂമി പ്രദേശങ്ങൾ, കടൽ തീരങ്ങൾ തുടങ്ങിയ പ്രകൃതി ദൃശ്യങ്ങൾ ഇവിടെ വളരെ മനോഹരമാണ്. ബാക്കു നഗരത്തിൽ ഫ്ലെയിം ടവർ പോലുള്ള ആധുനിക കെട്ടിടങ്ങളും ലക്ഷറി ഷോപ്പിംഗ് മാളുകളും കാണാം. യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളും സമ്പന്നമായ ചരിത്രവും സംസ്കാരവും ഇവിടെ കാണാം. യൂറോപ്പിലെ പല രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ലക്ഷറി അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് അസർബൈജാൻ. സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ഏപ്രിൽ മുതൽ ജൂൺ വരെ വസന്തകാലവും കാലാവസ്ഥ വളരെ സുഖകരവും പൂക്കൾ നിറഞ്ഞ മനോഹരമായ കാലവുമാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ശീതളമായ ശരത്കാലം നഗരസഞ്ചാരത്തിനും ദർശനങ്ങൾക്കുമായി ഏറ്റവും അനുയോജ്യമായ സമയം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മലനിരകളിൽ മഞ്ഞ് അനുഭവിക്കാനും പോലുള്ള സമയമാണ്. ജൂലൈയും ഓഗസ്റ്റും ചൂടുള്ള വേനൽക്കാലവും ബാക്കു നഗരം പര്യവേഷണം ചെയ്യാനും കാസ്പിയൻ കടൽ തീരങ്ങൾ സമയം ചിലവഴിക്കാനും നല്ല കാലമാണ്. അസർബൈജാനിലെ പ്രധാന ആകർഷണങ്ങൾ: ബാക്കുവിലെ പഴയ നഗരം, യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശം. ഫ്ലെയിം ടവേഴ്സ്, തീയെ പ്രതിനിധീകരിക്കുന്ന ആധുനിക കെട്ടിട സമുച്ചയം. ഗോപുസ്ഥാൻ ദേശീയോദ്യാനം, മണ്ണ് അഗ്നിപർവ്വതങ്ങളും പുരാതന ശിലാചിത്രങ്ങളും കാണുന്ന പ്രശസ്തമായ സ്ഥലം. ഹൈദർ അലി സെൻറ്റർ, ആധുനിക ശൈലിയിലുള്ള അതിമനോഹരമായ ആർക്കിടെക്ചർ. ഷഹദാഗ് മലനിരകൾ, സാഹസിക വിനോദങ്ങൾ എന്നിവയ്ക്കുള്ള പ്രശസ്ത റിസോർട്ടുകൾ. പ്രധാന വിമാനത്താവളം: അസർബൈജാനിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദർ അലി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ബാക്കു നഗരത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദുബായ്, ദോഹ, ഇസ്താൻബുൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങളുമായി വിമാന സർവീസുകൾ ലഭ്യമാണ്. ഗതാഗത സംവിധാനം: ബാക്കു മെട്രോ, വേഗവും ചിലവ് കുറഞ്ഞതുമായ നഗര ഗതാഗത സംവിധാനം. ടാക്സികളും ഓൺലൈൻ റൈഡുകളും സർവീസുകളും നഗരത്തിൽ എളുപ്പത്തിൽ ലഭ്യമാണ്. രാജ്യത്തെ പ്രധാന നഗരങ്ങൾ തമ്മിൽ ട്രെയിനുകൾ, ബസ്സുകൾ സർവീസുകൾ നടത്തുന്നു. ടൂറിസ്റ്റുകൾക്ക് സ്വകാര്യ വാഹനങ്ങൾക്കും ഗൈഡും ടൂറുകളും വളരെ ജനപ്രിയമാണ്. മലനിരകളിലേക്കുള്ള റിസോർട്ടുകളിലേക്ക് കേബിൾ കാർ സംവിധാനവും ലഭ്യമാണ്. അസർബൈജാനിലെ പ്രശസ്ത ഭക്ഷണങ്ങൾ: പ്ലോവ്, ഇറച്ചിയും മസാലകളും ചേർത്ത് തയ്യാറാക്കുന്ന പരമ്പരാഗത അരിവിഭവമാണ്. ഡോൾമ, മുന്തിരി ഇലകളിൽ അരിയും ഇറച്ചിയും നിറച്ച് തയ്യാറാക്കുന്നൊരു ഭക്ഷണമാണ് ഡോൾമ. കബാബ്, ഗ്രിൽ ചെയ്ത ഇറച്ചി വിഭവങ്ങളാണ്. കുത്താബ്, പച്ചക്കറികളും ഇറച്ചിയും നിറച്ച് തയ്യാറാക്കുന്നൊരു നേർത്ത അപ്പമാണ്. അസർബൈജാനി ചായ, മധുര പലഹാരങ്ങളോടൊപ്പം നൽകുന്ന പരമ്പരാഗത ചായ. ഇതവിടെ വളരെ ഫേമസ് ആണ്. ഇന്ത്യൻ പൗരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ: ഇന്ത്യൻ പൗരന്മാർക്ക് അസർബൈജാൻ സന്ദർശിക്കാൻ ഓൺലൈനായി ഈ വിസ ലഭ്യമാണ്. ഓൺലൈനായി അപേക്ഷിച്ചാൽ സാധാരണമായി 3 മുതൽ 5 ദിവസം വരെ കൊണ്ട് വിസ ലഭിക്കും. ഈ വിസ ഉപയോഗിച്ച് 30 ദിവസത്തേക്ക് രാജ്യത്ത് താമസിക്കാം. പാസ്പോർട്ട് കുറഞ്ഞത് 6 മാസം കാലാവധി ഉണ്ടായിരിക്കണം. അസർബൈജാൻ പുരാതന ചരിത്രവും ആധുനിക നഗര വികസനവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഈ രാജ്യം ഇന്നൊരു പ്രശസ്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇതുപോലുള്ള മോർ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി വെസ്റ്റ്ബേർഡ് ഹോളിഡേയ്സ് ഫോളോ ചെയ്യൂ.